റാങ്ക്ഡ് ഒന്നും കിട്ടൂല. ചാറ്റിൽ തന്നെ എത്ര പേര് കാണുമെന്ന് അറിയാം. ഐഫോൺ ഉണ്ടാവും, കിടിലം BGMI ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ബാങ്ക് ബാലൻസ് ഒന്നും ഇഷ്ടം പോലെ ആൾക്കാർ ഈ ചാറ്റിലുണ്ടാവും. സീറോ ഉള്ള ആൾക്കാരുണ്ട്, പിന്നെ 100 രൂപ. അല്ല, ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞ റിച്ചൊന്നും ആളല്ല. റാങ്ക്ഡ് ഒന്നും കിട്ടൂല. എടാ ഞാൻ ഒരു കാര്യം പറയാം സായിപ്പേ, വേണ്ട ഞാൻ ഒരു സാനോക്ക് ഒരു റൂം ഇടാം. ഞാൻ ഇൻവൈറ്റ് ഇടാം. ഗൈസ്, റൂം ഇടാൻ പോണ്. സാനോക്ക് റൂം. എല്ലാരും വാ, നമുക്ക് ഇത് കളിച്ചങ്ങ് നിർത്താമെന്ന്. ഒരു കിടുക്കാച്ചി റൂം അങ്ങ് കളിയിടാ. എല്ലാരും ഫോൺ എടുത്ത് വെച്ചോ. ഒരു കിടില റൂം ഇടാം നമുക്കങ്ങ്. ക്രിയേറ്റ് റൂം, സാനോക്ക്, പാസ്വേഡ് 1 2 3 4. സായിപ്പ്, മോക്ക്. അയ്യോ, ഇവനെ എങ്ങനെ ഇൻവൈറ്റ് ഇടാം? അതപ്പൻ. ഓക്കെ, 838603 838603 പാസ്വേഡ് 1 2 3 4. വാ കേറി അടിച്ച് കേറി വാ. യു ക്ലോസ് റൂം ആയിപ്പോയി. 838603 പാസ്വേഡ് 1 2 3 4. 1 2 3 4. 52 പേര്, 57 പേര്. മാപ്പ് ഡൗൺലോഡ് ചെയ്യാതെ ഒരു 10 പേര് ഇപ്പൊ പോകും, പേടിക്കണ്ട, നിങ്ങക്ക് അവസരമുണ്ട്. 75 83. എടാ സ്ട്രീം സ്നൈപ്പ് ചെയ്യാൻ വരല്ലേടാ, എന്നെ കണ്ട ഉറക്കുകയും ചെയ്യരുത് പ്ലീസ്. 95 100 സ്റ്റാർട്ട്. ഓക്കെ, 8 പ്ലേയേഴ്സിനെ കിക്ക് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട്. 4 പേരെ കിക്ക് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട്. ഒരാളെ കിക്ക് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട്. 2 minute ടാപ്സ് ട്രൈ അഗെയിൻ. സം പ്ലേയേഴ്സ് ഇൻ യുവർ റൂം. ഓക്കെ സ്റ്റാർട്ട് 100. ഇന്നത്തെ ടൈം ലിമിറ്റ് കഴിഞ്ഞു. ഓഫ് ഈകളെ, ഈ ഒരു പ്ലേ സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല ഗെയിമേഴ്സിന് കളിക്കാൻ എന്തൊക്കെ ക്യാഷ് എത്രയാവും ബ്രോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പ്ലേ സ്റ്റേഷൻ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. പക്ഷെ ഈ മറ്റേ പ്രീമിയം ബൈക്കൊക്കെ മേടിക്കൂലേ, അതുപോലെയാണ് ശരിക്കും പറഞ്ഞ പ്ലേ സ്റ്റേഷൻ. കൊണ്ട് നടക്കാനാണ് പാട്. അതായത് പ്ലേ സ്റ്റേഷൻ 50,000 രൂപയ്ക്ക് കിട്ടും, ശരിയാ. പ്ലേ സ്റ്റേഷൻ ഈ പറയണത് പോലെ 50,000 രൂപയ്ക്ക് കിട്ടും. പക്ഷെ ഉള്ള സീൻ എന്ന് പറഞ്ഞാൽ, മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് കളിക്കാൻ നന്നായിട്ട് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഒരു 4K TV വേണം. 4K TVയുടെ വില, പിന്നെ ഗെയിംസിന്റെ വില. ഗെയിം എല്ലാം ഒടുക്കത്തെ റേറ്റ് ആണ്. നല്ല ഗെയിം എല്ലാം 4000 5000. ഇപ്പം ഞാൻ അത്യാവശ്യം ഗെയിമുകളൊക്കെ ഇപ്പൊ ഡിവൈസ് അല്ല, CD വാങ്ങിക്കാനാണേലും ഇത് തന്നെ. നിങ്ങൾക്ക് ഇപ്പൊ 2-3 ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ CD ഒക്കെ മാറി യൂസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ സീൻ അങ്ങനെയല്ല. ഇതിപ്പം ഞാനിപ്പോ ഒരു ഗെയിംസ് ഒക്കെ മേടിച്ച എല്ലാ ഗെയിംസും ഞാനും അനിയനും വിനീതും എല്ലാവരും മൾട്ടിപ്ലെയർ കളിക്കും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ. അങ്ങനെ മേടിച്ച് കുറെ ഗെയിം, ക്രിക്കറ്റ്, ഫിഫ, ഇതെല്ലാം കൂടെ മേടിച്ച് ഇപ്പം ഇതിന്റെ ഇൻവെന്ററിയിൽ മാത്രം ഒരു 60,000 70,000 രൂപയുടെ ഗെയിംസ് ഉണ്ട്. അവിടെയാണ് പ്രശ്നം. ഇതിന്റെ ഗെയിംസിന് ഭയങ്കര എക്സ്പെൻസീവ് ആ ഗെയിം. ഡൗൺലോഡ് അല്ല, 1 more. അത് ശരി. ഈകളെ പണ്ടത്തെ പൂക്കാപ്പിൽ അടി ഓർമ്മയുണ്ടല്ലോ, എല്ലാവർക്കും അടിച്ചു വിടണ. സെന്റർ അങ്ങോട്ട് ഇറങ്ങിട്ട് ഒരു അടിയുണ്ട് മറോ, ഒരു ഡ്രോപ്പ് ഷോട്ട് 3-4 പേരൊക്കെ അടിച്ചങ്ങോട്ട് ഇടും. ഇപ്പൊ അറിഞ്ഞു തരും പിള്ളേര്. ഇപ്പൊ 5 ഫിംഗറും 6 ഫിംഗറും 7 ഫിംഗറും ഒക്കെ ആയിട്ടാണ് വരണ ഓരോരുത്തന്മാര്. സെന്ററിൽ പുണ്ട കറക്കാൻ അറിയില്ല. എടാ പോടാ കുണ്ണ, നീയൊക്കെ എന്നാ ഇറക്കം അടിച്ചത്? നമ്മളൊക്കെ ഇവിടെ
ഓ ഡീറ്റിംഗ് വേണ്ടി നീ കണ്ണു കുറേ വെച്ചിട്ട് ഇവിടെ ഒളിച്ചിരിക്കുവാണല്ലോ നീ. മാറുന്നില്ല സായിപ്പ് ഒന്നുമില്ല. ചത്തോ? ഓക്കേ. അയ്യേ എടാ ഒതപ്പ അവന്റെ ചിന്നാനായിരുന്നു നിന്നടാ നീ പോയിട്ട്. ഡീലേഴ്സ് ആണ്. ഡീലേഴ്സ് കൊണ്ട് നിങ്ങൾ ഇതൊരു അടികൊണ്ട് പോയില്ല. പോലെ കൊണ്ടാ എടാ പോയാ നീ ഒളിച്ചിരിക്കല്ലായിരുന്നോ? എന്തൊരു അടിയാണ് ഇത്? ഞാൻ ഒരുത്തന്നെ അടിക്കാം. ഒന്ന് പോയാ മതി. ആ റൂമിൽ റൂമി ആ റൂമി ഇതെന്തോടെ ഇങ്ങനൊക്കെ കാണുന്നേ? നിർത്തുന്ന കേട്ടാ ഓടാ, ഓടാ. ഇറങ്ങണ നിർത്തുന്നു ബൈ ബൈ ബൈ. നീയൊക്കെ തമ്മിലടിച്ച് ചാവടാ അവിടെ കിടന്ന്. നീയൊക്കെ തമ്മിലടിച്ച് ചാവ്. അയ്യോ. പ്രോപ്പർ ഡീസിങ് എടാ ആള് മാറിപ്പോടാ. എന്ത് ഇത് എവിടുന്ന് ഞാൻ ഉതപ്പനെ വരെ വാണപ്പന്റെ അടുത്ത് പോയി. അണ്ണ നിർത്തിയാ എടാ നിർത്തില്ല ഞാനും പോയി ഓക്കേ. എന്തെങ്കിലും കഴിക്കട്ടെ. ഗേസ് എനിക്ക് ഇന്ന് കുറച്ച് വർക്ക്സും പെൻഡിങ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോ ഇപ്പൊ അവര് വരും. അമ്മാര് വന്നു കഴിഞ്ഞതിന് മുമ്പ് ഡീസിങ് ആയിരുന്നു. എന്റെ നെറ്റ് ശോകമായിരുന്നു. എന്റെ നെറ്റ് ശോകമാണ്. എത്ര ബുള്ളറ്റ് അടിച്ചു ഞാൻ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് വൈഫായ സ്കോഡ് സത്യം.